ഡോക്ടർ, ഫൈസിയുടെ മാനസിക നിലയിൽ വല്ല പുരോഗതിയും പറയാനായോ? മിസ്റ്റർ മനോജ്. മനോജ്, ഫൈസിയുടെ ഒരു ഫാമിലി സുഹൃത്തായ താങ്കൾ കാണിക്കുന്ന ഈ അന്വേഷണ മനോഭാവത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്കളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഫൈസിയുടെ വീട്ടുകാർ കാണിച്ചിരുന്നെങ്കിൽ ഫൈസി എന്നേ നോർമലായനെ. അവർ കാണിക്കില്ല ഡോക്ടറെ. കാരണം അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവൾക്ക് വേണ്ടി ഉയിര് കൊടുക്കാൻ നിന്നവനെ പടിയടച്ച് പിണ്ടം വെച്ചവരാ അവര്. ദൈവം ആ പഴയ ഫൈസിയെ തിരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാല്ലേ? കറക്റ്റ്. നിനക്കായെന്നുമൻ ഹൃദയം തരാ, നിനക്കായെന്നുമൻ ജീവൻ തരാ, നിനക്കായെന്നുമൻ ജന്മം തരാ, എൻ പ്രിയ സഖിയേ നീ വരുമോ, എൻ പ്രിയതമയായി നീ വരുമോ, നിനക്കായെന്നുമൻ ഹൃദയം തരാ, നിനക്കായെന്നുമൻ ജീവൻ തരാ. ബീവറേജിക്ക് സാധനം മേടിക്കാനാന്നും പറഞ്ഞിട്ട് ഒരു ഹംക്ക് കുറെ നേരമായി പോയിട്ട് ഇതുവരെ കാണാലോ. എൻ പ്രിയ സഖിയേ നീ വരുമോ? എനിക്കൊരു പരിപാടി ഉണ്ട്, ഞാൻ പോരാ. ഞാൻ വരുമ്പത്തിന് മൊത്തം തീർക്കരുതിട്ടാ. ആന്റി, എനിക്ക് അഞ്ജലിയെ വിവാഹം ചെയ്തു തരണേന്. ആന്റിക്ക് എന്താ ഇത്ര പ്രശ്നം? ആന്റി പ്ലീസ്, എനിക്ക് ഇവിടെ ഇഷ്ടമായതുകൊണ്ടല്ലേ. എന്തെങ്കിലും ഒരു മറുപടി വന്നിട്ട് പോ. അങ്ങനെ ഏതെങ്കിലും അലവലാതിയുടെ കൂടെ കൈ പിടിച്ച് ഏൽപ്പിക്കാനല്ല ഞാൻ എൻ്റെ മോളെ ഇത്രയും കാലം പോറ്റിയത്. മനോജെ, ഇതുപോലെ വഴി തടഞ്ഞ് നിൽക്കാനാ നിന്റെ ഭാവമെങ്കിൽ ചെരുപ്പൂരി മോന്തക്കടിക്കും ഞാൻ. ഒരു പിടി സ്വപ്നങ്ങൾ തന്നു നീ പോയില്ലേ, കരളുരുകും വേദനയാൽ ഞാൻ തേങ്ങി നിന്നില്ലേ. ഒരു പിടി സ്വപ്നങ്ങൾ തന്നു നീ പോയില്ലേ, കരളുരുകും വേദനയാൽ ഞാൻ തേങ്ങി നിന്നില്ലേ. അകലെയാണെങ്കിലും വാടാത്ത പുഷ്പമായി, അകലെയാണെങ്കിലും വാടാത്ത പുഷ്പമായി, നീ എന്നും എൻ മനസ്സിൽ മായാതെ നിൽപ്പൂ, നീ എന്നും എൻ മനസ്സിൽ മായാതെ നിൽപ്പൂ. നിനക്കായെന്നുമൻ ഹൃദയം തരാ, നിനക്കായെന്നുമൻ ജീവൻ തരാ, നിനക്കായെന്നുമൻ ജന്മം തരാ, എൻ പ്രിയ സഖിയേ നീ വരുമോ, എൻ പ്രിയതമയായി നീ വരുമോ. ഈ മോനാ എന്നെ രക്ഷിച്ചത്. ഇന്നു നീ എന്നെ തിരിഞ്ഞാലും സ്വപ്നങ്ങൾ ഓരോന്നായി മറന്നാലും, ഇന്നു നീ എന്നെ പിരിഞ്ഞാലും
സഖിയേ നീ വരുമോ എൻ പ്രിയതമയായി നീ വരുമോ നിനക്കായെന്നുമൻ ഹൃദയം തരാം നിനക്കായെന്നുമൻ ജീവൻ തരാം നിനക്കായെന്നുമൻ ജന്മം തരാം ആ അപ്പൊ ഓക്കെ ഡോക്ടറെ, ഇനി ഞാൻ ഇടയ്ക്ക് ഇതുപോലൊക്കെ വരാം. അപ്പൊ ഓക്കെ ബൈ. ഓക്കെ മനോജ്, ഓക്കെ. എൻ പ്രിയതമയായി നീ വരുമോ?